തെളിവുകളൊന്നുമില്ലാതെ വഴിമുട്ടിയ കേസുകൾ ഉപേക്ഷിക്കുന്ന പതിവ് കേരള പോലീസിനില്ല. അത് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും നിയമത്തിന് പിടി നൽകാത്ത കുറ്റവാളികൾക്കരികിലേക്ക് എത്താൻ കേരള പോലീസ് നിരന്തരം പരിശ്രമിക്കും. രാഷ്ട്രീയ സമ്മർദ്ദമോ മറ്റ് സ്വാധീനങ്ങളോ ഇല്ലെങ്കിൽ അവർ ഏത് കേസും തെളിയിക്കും. ഏത് വലിയ കുറ്റവാളിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും. അതൊന്നും രണ്ടുമല്ല, 19 വർഷം കഴിഞ്ഞാണെങ്കിലും. കൊല്ലം അഞ്ചലിലെ അമ്മയെയും ഇരട്ടക്കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിലാണ് 19 വർഷങ്ങൾക്കിപ്പുറം പ്രതികളെ പിടികൂടിയത്. അതും വെറുമൊരു കല്യാണ ഫോട്ടോ ഉപയോഗിച്ച്. 2006 ഫെബ്രുവരിയിലാണ് കൊല്ലം അഞ്ചലിൽ രഞ്ജിനിയെയും ഇവരുടെ 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും വീട്ടിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. രഞ്ജിനിയുടെ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും തിരികെ എത്തിയ രഞ്ജിനിയുടെ അമ്മ കണ്ട കാഴ്ച രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന രഞ്ജിനിയെയും മക്കളെയുമാണ്. ഉടൻ തന്നെ ആരംഭിച്ച പോലീസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഒരു മോട്ടോർ സൈക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്തെ യൂസ്ഡ് ബൈക്ക് വിൽക്കുന്ന കടയിലേക്കും പ്രതികളായ മിലിറ്ററി ഉദ്യോഗസ്ഥർ ദിവിൽ കുമാർ, രജീഷ് എന്നിവരിലേക്കും പോലീസ് എത്തിച്ചേരുന്നത്. എന്നാൽ പോലീസ് ഇവരെ അന്വേഷിച്ച് പത്തൻകോട്ട് മിലിറ്ററി ക്യാമ്പിൽ എത്തുമ്പോഴേക്കും ഇരുവരും ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പ്രതിയായ ഡിവിലും കൊല്ലപ്പെട്ട രഞ്ജിനിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. രഞ്ജിനി ഗർഭിണിയായതോടെ ഇയാൾ ബന്ധത്തിൽ നിന്നും അകന്ന് പത്താൻകോട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇരട്ട കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കുന്നതിൽ നിന്നും ദിവിൽ പിന്മാറിയതോടെ കുഞ്ഞുങ്ങളുടെ പിതൃത്വം തെളിയിക്കാനായി രഞ്ജിനി കേരള വനിതാ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. DNA ടെസ്റ്റിന് അനുമതി ലഭിച്ചതോടെ രഞ്ജിനിയെയും ഇരട്ടക്കുട്ടികളെയും വകവരുത്താൻ ഡിവിലും കൂട്ടാളിയായ രാജേഷും തീരുമാനിക്കുകയായിരുന്നു. ഈ ലക്ഷ്യത്തോടെ അനിൽകുമാർ എന്ന വ്യാജേനെ പ്രതിയായ രജീഷ് രഞ്ജിനിയുമായും അവരുടെ കുടുംബവുമായും അടുക്കുന്നു. ഡിവിലിന്റെ സഹപ്രവർത്തകനാണ് രജീഷ് എന്ന കാര്യം രഞ്ജിനിയുടെ കുടുംബവും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ രഞ്ജിനിയുടെ അമ്മ വീട്ടിലില്ലാത്ത ദിവസം ഇവർ വീട്ടിലെത്തി കൃത്യം നടത്തുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും ഇവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇരു പ്രതികളും പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞു. പോലീസ് അന്വേഷണം വഴിമുട്ടിയപ്പോൾ രഞ്ജിനിയുടെ അമ്മ CBI അന്വേഷണത്തിനായി കോടതിയെ സമീപിക്കുകയും 2010 CBI കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് കൊല്ലം സ്വദേശിയായ ഡിവിലും കണ്ണൂർ സ്വദേശിയായ രാജേഷുമാണ് കൊല നടത്തിയതെന്ന പോലീസ് കണ്ടെത്തൽ ശരിവെച്ചുകൊണ്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ CBI കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താൻ CBIക്കും കഴിഞ്ഞില്ല. ഏറെക്കുറെ അടഞ്ഞ അധ്യായമായ കേസ് വിട്ടുകളയാൻ കേരള പോലീസ് തയ്യാറായിരുന്നില്ല. തെളിയിക്കപ്പെടാത്തതും പ്രതികളെ പിടിക്കാൻ കഴിയാത്തതുമായ കേസുകൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനഃപരിശോധന നടത്താൻ 2023 കേരള പോലീസിന്റെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിംഗ് ആരംഭിച്ചിരുന്നു. ഇതാണ് കേസിൽ അടുത്ത വഴിത്തിരിവായത്. ഒരു കല്യാണത്തിനിടെയുള്ള ഡിവിലിന്റെ ഒരു ഫോട്ടോ അന്വേഷണത്തിനിടയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതുപയോഗിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത്. ഡിവിലിന്റെ 19 വർഷങ്ങൾക്ക് മുൻപത്തെ ഫോട്ടോ ഉപയോഗിച്ച് ഇപ്പോഴുള്ള രൂപം AI സഹായത്തോടെ ജനറേറ്റ് ചെയ്യുകയായിരുന്നു. ശേഷം ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ റിവേഴ്സ് സെർച്ച് ചെയ്യുകയും പ്രതിയുടെ അക്കൗണ്ട് കണ്ടെത്തുകയും ചെയ്തു. ഇതോടെയാണ് കേസിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതികൾ രാജ്യം വിട്ടുപോവുകയോ വടക്കേ ഇന്ത്യയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒളിവിലായിരിക്കുകയായിരുന്നില്ല. മറിച്ച് കേരളത്തിന് തൊട്ടടുത്ത് പോണ്ടിച്ചേരിയിൽ അവരുണ്ട്. വിഷ്ണു, പ്രവീൺ എന്ന വ്യാജ പേരുകളോടെ ഇന്റീരിയർ ഡിസൈനിങ് ജോലി ചെയ്ത് കുടുംബമായി ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. ക്രൂര കൊലപാതകത്തിന്റെ ഓർമ്മകൾ പോലും അവരിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു. കേരള പോലീസ് നൽകിയ വിവരം ഉപയോഗിച്ച് CBI പ്രതികളുടെ അടുത്തെത്തിയതോടെ ഞെട്ടിയത് പ്രതികൾ മാത്രമായിരുന്നില്ല. ഇതൊന്നും അറിയാതെ അവർക്കൊപ്പം ജീവിച്ചിരുന്ന കുടുംബങ്ങളടക്കമായിരുന്നു. 19 വർഷങ്ങൾക്കിപ്പുറമാണ് വെറും ഒരു കല്യാണ ഫോട്ടോ മാത്രം ഉപയോഗിച്ച് അമ്മയെയും 2 കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികളെ കേരള പോലീസ് നിയമത്തിന് മുൻപിൽ കൊണ്ട് നിർത്തിയത്. കുറ്റകൃത്യം നടത്തി ഒളിവിൽ പോകുന്നവർ അവർ പോലും കരുതാത്ത ഒരു തുമ്പ് അവരിലേക്ക് എത്താനായി ഉപേക്ഷിച്ചിട്ടുണ്ടാകും. എത്രയൊക്കെ മൂടിവെക്കാൻ നോക്കിയാലും നിയമത്തിൻ്റെ ഒരു കണ്ണ് പോലീസിലൂടെ അവരെ തേടുന്നുണ്ടാകും. രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന നിമിഷം അവരുടെ മുന്നിലേക്ക് എത്താനായി.